ജമ്മുകാശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സൈന്യം. 3 ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ എന്നാണ് സൂചന. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള തെരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, എന്തൊക്കെയാണ് ഔദ്യോഗിക വിവരങ്ങൾ? സേന ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. കുമാർ, സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ജമ്മു കശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ മഹാദേവ് എന്ന ഭീകരർക്കെതിരായ പുതിയ ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചത്. നേരത്തെ തന്നെ ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഇവരുടെ റേഡിയോ കമ്മ്യൂണിക്കേഷന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് സൈന്യത്തിന് ലഭിച്ചത്. തുടർന്ന് ഈ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഈ ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും ഈ ഒളിച്ചിരിക്കുന്ന ഭീകരരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പുതിയൊരു ഓപ്പറേഷന് തന്നെ ഇന്ത്യൻ സൈന്യം രൂപം നൽകിയത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലാണ് ഈ മേഖലയിൽ സൈന്യം തെരച്ചിൽ ആരംഭിച്ചത്. ഈ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും. ഏറ്റുമുട്ടലിൽ നിലവിൽ 3 ഭീകരരെ വധിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. സൈന്യം ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ നിലച്ച ഒരു പശ്ചാത്തലത്തിൽ സൈന്യം ഈ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയപ്പോൾ 3 മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 2 ഭീകരർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരാണ് എന്ന നിഗമനത്തിലാണ് സൈന്യം ഉള്ളത്. അങ്ങനെയെങ്കിൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. ഏതാണ്ട് മാസങ്ങളായി നടത്തിയ തെരച്ചിലിന് ഒടുവിൽ ഭീകരരെ പിടികൂടിയിരിക്കുന്നു. ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് ശ്രീനഗർ ജില്ലയിലെ ദാരയിലെ ലിഡ്വാസ് മേഖലയിൽ വെച്ചാണ്. ഭീകരരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് സാങ്കേതിക സഹായത്തോടെയാണ് സൈന്യം തിരിച്ചറിയുന്നതും. ഓപ്പറേഷൻ മഹാദേവ് എന്ന പുതിയ ഓപ്പറേഷന് അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നീക്കത്തിന് രൂപം നൽകുന്നതും അത് വിജയിച്ചിരിക്കുന്നു. 3 ഭീകരരെ ഇതിനകം വധിക്കാൻ കഴിഞ്ഞു എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. വിജയകുമാർ. ബൽറാം, ഇതിൽ ആരൊക്കെ കൊല്ലപ്പെട്ടു, ഇവരുടെ മറ്റു പശ്ചാത്തലങ്ങൾ, അതൊന്നും ഔദ്യോഗികമായി ഘട്ടത്തിൽ വ്യക്തമല്ല. എങ്കിൽ പോലും സേനയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ ഏറ്റുമുട്ടൽ, അതിലെ വിവരങ്ങളെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പാണ്. ഇതിൽ ഒരു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സേനാ നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? കുമാർ, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം ആവർത്തിച്ചിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്കെതിരെ തുടക്കം കുറിച്ച ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഭാഗമായി തന്നെയാണ് ജമ്മു കശ്മീരിനകത്തും പുറത്തുമുള്ള ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭീകരർക്ക് ആഭ്യന്തരമായി സഹായം നൽകിയവരെ തിരഞ്ഞു കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി തന്നെ ഈ ഭീകരർ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെയുള്ളവ സൈന്യം നിരീക്ഷിച്ചിരുന്നു. പ്രധാനമായും സാറ്റലൈറ്റ് ഫോണുകൾ അടക്കം ഉപയോഗിച്ചായിരുന്നു ഈ ഭീകരർ ആശയവിനിമയം നടത്തിയിരുന്നത് എന്നാണ് സൈന്യം കണ്ടെത്തിയത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉൾപ്പെടെ സൈന്യം നിരീക്ഷണം ശക്തമാക്കുകയും അതിന്റെ ഭാഗമായി ശ്രീനഗറിൽ തന്നെ ഇത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇവരുടെ ഈ ആശയവിനിമയത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം നിഗമനത്തിലെത്തിയതും അത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും തുടർന്ന് ഈ ഭീകരർക്കെതിരായ ഓപ്പറേഷൻ മഹാദേവ് എന്ന പുതിയ ഓപ്പറേഷന് രൂപം നൽകുകയും ചെയ്തത്. ആ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് നിലവിലെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയുക. 3 ഭീകരരെ വധിച്ചിരിക്കുന്നു. അതിൽ 2 ഭീകരർ അവർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്നാണ് സൈന്യത്തിന് ഇതുവരെയും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഈ ഓപ്പറേഷൻ മഹാദേവോന്യം രൂപം നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ സൈന്യത്തിന് NIA-ക്കും ലഭിച്ചിട്ടുണ്ട്. ആ ഭീകരർക്ക് സഹായമൊരുക്കിയ 2 പ്രദേശവാസികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവരുടെ വിവരങ്ങൾ ലഭിച്ചത്. നേരത്തെയും സെഗ്മോർ തുരങ്കത്തിൽ ആക്രമണം നടത്തിയ ഭീകരർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അവരുടെ കൃത്യമായ പേരുകൾ അടക്കമുള്ള വിവരങ്ങൾ
ലഭിച്ചിട്ടുണ്ട് സൈന്യത്തിന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതും. ഇവരിൽ 2 പേർ ഇപ്പോൾ ഈ ശ്രീനഗറിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.